Hi dear students. അപ്പോൾ നമുക്ക് Superkings NEETന്റെ Great Indian Battle questions ഒന്ന് ഡിസ്കസ് ചെയ്താലോ. So let's get started. First section A നമുക്കറിയാം section A section B ആയിട്ട് നിങ്ങൾക്ക് 50 questions ആണ് zoology പാർട്ടിൽ ഉണ്ടാവുക and from which you have to just write 45 questions. അപ്പോൾ section A ലെ എല്ലാ questions നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് important ആണ്. So let's check question number 1. Question number 1 match the column ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ദേ സ്പെമാറ്റോഗോണിയ നമുക്കറിയാം സ്പെമാറ്റോഗോണിയ ഈസ് എ 2 and diploid cell. A1 വരുന്നത് അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഒരു ഓപ്ഷനെ മാച്ച് ചെയ്ത ഉടനെ നമുക്ക് ഓപ്ഷൻസിലേക്ക് മൂവ് ചെയ്യാം. A1 വരുന്ന ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. യു ഡോണ്ട് ഹാവ് ടു ഈവൻ ചെക്ക് എനി അതർ. ബട്ട് അഗെയിൻ ഫോർ ക്രോസ് ചെക്കിംഗ് നമുക്ക് നോക്കാം. പ്രൈമറി സ്പെമാറ്റോസൈറ്റ്സ് എന്ന് പറയുന്നത് ദേ undergo meiosis to form secondary spermatocyte. സ്പെമാറ്റോസോവയാണ് സ്പെർമിയേഷൻ പ്രോസസ്സിലേക്ക് അണ്ടർവെന്റ് ചെയ്യുന്നത്. സ്പെമാറ്റിഡ്സ് ആണ് സ്പെർമിയോജെനസിസ് വഴി സ്പെമാറ്റോസോവയായിട്ട് മാറുക. സോ ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. Now going to question number 2. Find the incorrectly matched pair regarding menstrual cycle. അപ്പോൾ നമുക്ക് അറിയാം menstrual cycle നമ്മൾ ഒരു ഗ്രാഫ് പഠിച്ചിട്ടുണ്ട്. 0 to 28 ഡേയ്സിനകത്ത് നടക്കുന്ന ഈവൻറ്റ്സ്. അതിൽ മെൻസ്ട്രുവേഷൻ നടക്കുക 3 to 5 ഡേയ്സ് വരെയാണ്. ഫസ്റ്റ് 3 to 5 ഡേയ്സ്. ഫോളിക്കുലർ ഫേസ് 5 to 14th ഡേ. ആ സമയത്താണ് നമ്മുടെ ഓവേറിയൻ ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രോളിഫറേഷൻ ഓഫ് എൻഡോമെട്രിയം നടക്കുക. ദെൻ യു ഹാവ് ലൂട്ടിയൽ ഫേസ് 14 to 28. അവിടെ കോർപ്പസ് ലൂട്ടിയം ഇൻടാക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ബൈ സെക്രീറ്ററി ഫേസ് എവിടെ സംഭവിക്കുന്നു? എൻഡോമെട്രിയത്തിൽ നടക്കുന്നു. സോ ഇവിടെ സെക്രീറ്ററി ഫേസ് കൊടുത്തിരിക്കുന്നത് ശരിക്കും ലൂട്ടിയൽ ഫേസിന്റെ സമയമാണ് വരാനുള്ളത്. സോ ദിസ് ഗ്രോസ് റോങ്. ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ. ഫൈൻഡ് ദ ഫോളോയിങ് റിഗാർഡിംഗ് tertiary follicle and identify the correct option. അപ്പോൾ നമുക്ക് നോക്കാം. tertiary follicle എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ഫിൽഡ് ആൻഡ്രം ഒക്കെയുള്ള അല്ലേ, അതിനകത്ത് ഊസൈറ്റ് സെക്കൻഡറി ഊസൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് ഏതിൽ വെച്ചിട്ടാണ്? ടെർഷ്യറി ഫോളിക്കിൾ വെച്ചാണ്. ഈ ബേസിക് ഐഡിയ വെച്ച് തന്നെ നമുക്ക് നോക്കാം. കംപ്ലീഷൻ ഓഫ് മിയോസിസ് 2 ബൈ ദി ഊസൈറ്റ് സെറ്റാണ്. അത് കംപ്ലീറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഹാസ് ഔട്ടർ തീക്ക ഇന്റേർണ ആൻഡ് ഇന്നർ തീക്ക എക്സ്റ്റേണ. ഇത് നമ്മൾ പറയുന്നത് സെക്കൻഡറി ഫോളിക്കിളിനെ കുറിച്ചാണ്. സോ ദിസ് ഓൾസോ ഗോസ് റോങ്. നൗ ഗ്രാനുലോസ ലെയർ ആബ്സെന്റ്. ഗ്രാനുലോസ സെൽസ് ഇല്ലാതെ എങ്ങനെ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യും? സോ ദിസ് ഈസ് ഓൾസോ റോങ്. A fluid filled cavity called as andrum develops. Yes, it is present in the tertiary follicle. Question number 4. Statement questions ആണ്. Wall of seminiferous tubule contain spermatogonial cells അല്ലെങ്കിൽ male germ cells. കറക്റ്റ് ആണ്. പക്ഷേ interstitial cells, Leydig cells ഉള്ളത് in between this space ആണ്. So this is wrong. At puberty, spermatogonial cells undergo repeated meiosis. അല്ല, സ്പെമാറ്റോഗോണിയ ആദ്യം അണ്ടർഗോ ചെയ്യുന്നത് മൈറ്റോസിസ് ആണ്. ആൻഡ് ദേ മെച്യൂർ ആൻഡ് ഫോം പ്രൈമറി സ്പെമാറ്റോസൈറ്റ്. ഈ പ്രൈമറി സ്പെമാറ്റോസൈറ്റ് ആണ് ലേറ്റർ ഓൺ മിയോസിസ് അണ്ടർഗോ ചെയ്യുന്നത്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ റോങ്. ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഫോൾസ്. ആൻസർ ഈസ് 1. Question number 5. സോണ പെലൂസിഡ is the cellular layer surrounding oocyte. നമുക്കറിയാം സോണ പെലൂസിഡ ഗ്ലൈക്കോപ്രോട്ടീൻ ലെയർ ആണ്. സോ ദിസ് ഗോസ് റോങ്. ഹാസ് റിസെപ്റ്റേഴ്സ് ഫോർ സ്പെർം ബൈൻഡിങ്. വിച്ച് ഇസ് കറക്റ്റ്? ആൻസർ ഈസ് 2. സെലക്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. FSH stimulates Sertoli cells which helps in spermiogenesis. കറക്റ്റ് ആണ്. സ്പെർമിയോജെനസിസിനെ സഹായിക്കുന്നു. FSH സെർട്ടോളി സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. LH trigger ovulation in female. കറക്റ്റ്. LH and FSH gain peak during secretory phase. തെറ്റാണ്. during ovulatory phase 14th ഡേയിലാണ് പീക്ക് അറ്റൈൻ ചെയ്യുക. പിന്നെ അവരുടെ ലെവൽ കുറഞ്ഞാണ് വരുന്നത്. സോ ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. Question number 7. Identify A, B, C and D with respect to spermatogenesis. നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫില്ല് ചെയ്യാം. ഇവിടെ വന്നിരിക്കുന്ന AFSH ആണ്. Because LH and FSH is from the anterior pituitary. FSH is going to act on the Sertoli cell. And LH is going to act on the Leydig cell. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിയാലോ. യെസ്, ആദ്യം കൊടുത്തിരിക്കുന്നതിൽ എ തന്നെ ICH കൊടുത്തിരിക്കുന്നു. തെറ്റാണ്. രണ്ടാമത് കൊടുത്തിരിക്കുന്നതിൽ AFSH ആണ്. പെർഫെക്റ്റ്. ബി സെർട്ടോളി സെല്ലാണോ? അല്ല, ലെഡിക് സെല്ലാണ് വരാനുള്ളത്. ദിസ് ഗോസ് റോങ്. അടുത്ത നോക്കിയേ. FSH ആണ് എ കൊടുത്തിരിക്കുന്നത്. ബി കൊടുത്തിരിക്കുന്നത് ലെഡിക് ആണ്. സി കൊടുക്കുന്നത് സെർട്ടോളി ആണ്. ആൻഡ് ഡി ഇറ്റ് ഹെൽപ്സ് ഇൻ സ്പെർമിയോജെനസിസ്.
Answer option is 3. Question number 8. Arrange in proper sequence the pathway of sperm from testis to outside in human male reproductive system. Human male reproductive system ducts ആണ്, and I told you code വെച്ച് നമ്മൾ പഠിച്ചതാണ്. It is very very important. So let's discuss. അപ്പോൾ നമുക്കറിയാം ആദ്യം വരിക സെമിനിഫറസ് ട്യൂബ്യൂൾ ആണ്. സി ആണ് ആദ്യം വരാനുള്ള ഓപ്ഷൻ. സി ആദ്യം വരുന്ന 2 ഓപ്ഷൻസേ ഉള്ളൂ. ലെറ്റ്സ് ചെക്ക്. സിയിൽ നിന്ന് ഇവിടെ എയും ബിയും കൊടുത്തിരിക്കുന്നു. അപ്പം ഞാൻ എ എന്താണ് നോക്കട്ടെ. വാസ് ഡിഫറൻസ് ബി റെറ്റെ ടെസ്റ്റിസ്. ഉറപ്പായും സെമിനിഫറസ് ട്യൂബിൽ നിന്ന് റെറ്റെ ടെസ്റ്റിസ് ആണ്. സോ ആൻസർ ഷുഡ് ബി 4th ഓപ്ഷൻ. ഇനി ഒരു കൺഫ്യൂഷനും ഇല്ല. ലെറ്റ്സ് ചെക്ക് ആൾ അതർ ആർ റൈറ്റ്. റെറ്റെ ടെസ്റ്റിൽ നിന്ന് പിന്നെ നമുക്ക് കൊടുത്തിരിക്കുന്നത് വാസ് എഫറൻഷ്യ പെർഫെക്റ്റ്. അവിടെ നിന്ന് എഫ് ആയിരിക്കും എപ്പിഡൈഡമിസ്. അത് കഴിഞ്ഞിട്ട് എ വാസ് ഡിഫറൻസ്. അത് കഴിയുമ്പോഴത്തേക്കും ഇ യൂറിത്ര. സോ ആൻസർ ഈസ് 4th ഓപ്ഷൻ. Which of the following levels will cause the release of ovum from Graafian follicle? Graafian follicle നിന്ന് ovum റിലീസിന് ഏത് ലെവലാണ് പെർഫെക്റ്റ്? അപ്പം നമുക്ക് നോക്കാം. ലോ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊജസ്ട്രോൺ, അത് ഓൾറെഡി ഫ്രം ദ പ്രോളിഫറേറ്ററി ഫേസ് അത് ലോ ആണ്. ലോ കോൺസെൻട്രേഷൻ ഓഫ് എൽ എച്ച്, നോ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് എൽ എച്ച് ആണ്. എൽ എച്ച് സർജ് ആണ് സഹായിക്കുക. ലോ കോൺസെൻട്രേഷൻ ഓഫ് എഫ് എസ് എച്ച് അതും തെറ്റാണ്. സോ ആൻസർ ഈസ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് എൽ എച്ച്. ആൻസർ ഈസ് 4th ഓപ്ഷൻ. Question number 10. Choose the incorrect pair ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. It is all about the female reproductive system. അപ്പോൾ cushiony fatty tissue covered by pubic hair is mons pubis. Membrane covering the opening of vagina is hymen. Finger-like structures above the urethral opening നെ നമ്മൾ clitoris എന്ന് പറയും, which is a female sexual area, just like the penis in a male. And uterine layer exhibiting strong contraction. Myometrium muscular layer ആണ്. Endometrium cyclic changes undergo ചെയ്യുന്ന layer ആണ്. Answer is 4th option. Question number 11. Given below are 4 statements. Choose the correct statements ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കിയാലോ. നോർമൽ മെൻസ്ട്രൽ ബ്ലീഡിംഗ് ഈസ് ദ റിസൾട്ട് ഓഫ് പ്രൊജസ്ട്രോൺ വിഡ്രോവൽ. അതെ, പ്രൊജസ്ട്രോൺ കുറയുമ്പോഴാണ് എൻഡോമെട്രിയം ഷെഡ് ചെയ്ത് തുടങ്ങുന്നത്. ഡ്യൂറിങ് മെൻസ്ചുറേഷൻ പ്രൊജസ്ട്രോൺ ലെവൽ ഇൻക്രീസസ്. ഇല്ല, മെൻസ്ചുറേഷൻ സമയത്ത് പ്രൊജസ്ട്രോൺ ലെവൽ ഈസ് വെരി ലോ. Menstruation occurs if the released egg is not fertilized. Correct. If it is fertilized, it will lead to pregnancy and stoppage of menstruation. കാരണം endometrial bed അവിടെ ഉണ്ടെങ്കിലേ implantation നടക്കുള്ളൂ. Absence of menstruation is a sure sign of pregnancy. അങ്ങനെ പറയാൻ പറ്റില്ല. Our health is not perfect. Hormonal imbalance കൊണ്ടോ proper diet ഇല്ലാത്തത് കൊണ്ടോ you can get absence of menstrual cycle. So answer is 1 and 3. 3 is the right answer. Question number 12. External genital organ of embryo are well developed. External genital organ നമുക്കറിയാം, it gets developed by 12 weeks of pregnancy, that is first trimester or 3 months. അപ്പോഴേക്കും നമ്മുടെ whole organ systems external genitium develop ചെയ്യും. Question number 13. Hormones that are not produced by placenta are പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, HCG ഓഫ് കോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, HPL പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇൻഹിബിൻ ആക്ടിവിൻ ഇല്ല, FSH LH ഇല്ല. സോ വി ക്യാൻ സേ D and E. Answer is first option. Question number 14. Soon after implantation, the inner cell mass differentiate into outer dash, middle dash and inner dash. ഏറ്റവും ഔട്ടർ ആയിട്ട് വരുന്നത് ഗാസ്ട്രുലേഷൻ പ്രോസസ്സിൽ എക്ടോഡേം ആണ്. ഔട്ടർ എക്ടോഡേം. സോ 2 options, middle mesoderm and you have inner endoderm. Answer should be second option. Spermiation occurs. Spermiation എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, it is the process by which spermatozoa is released from the wall of seminiferous tubule to the lumen. അല്ലേ? From Leydig cells to rete testis. തെറ്റാണ്. From Sertoli cells to rete testis. തെറ്റാണ്. ഫ്രം സെർട്ടോളി സെൽസ് ടു ദ ലൂമൻ ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾ. സെർട്ടോളി സെൽസിലായിട്ട് തല ഡിപ്പ് ചെയ്തിരിക്കുന്ന സ്പെമാറ്റോസോവനെ ലൂമൻ ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂളിലോട്ടാണ് വിടുക. ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? നോക്കാം. എക്സ്റ്റേണൽ ഓപ്പണിംഗ് ഓഫ് പെനിസ് ഇസ് കോൾഡ് as urethral meatus perfect, which is an opening for both urinary tract as well as genital tract. അല്ലേ? Glans penis is covered by loose fold of skin called as foreskin അല്ലെങ്കിൽ purpose. Secretion of bulbourethral gland helps in the lubrication of penis. So none of this is wrong. Answer is fourth option. Identify the incorrect statement. The term womb is synonymous to uterus. Uterusine തന്നെയാണ് womb അല്ലെങ്കിൽ നമ്മുടെ ഗർഭപാത്രം എന്ന് പറയുക.
Cervical canal is a part of birth canal. Yes, cervical canalum vaginayuമാണ് birth canal form ചെയ്യുക. Mons pubis is a cushion of muscular tissue covered by skin and pubic hair. Yes. Hymen partially covers vaginal opening. Sorry, mons pubis is a cushion of muscular tissue. Allah, fatty tissue, and it's not muscular tissue, it is fatty tissue. So this statement goes wrong. Answer is third option. Question number 18. Below is an unorganized list of certain events in female reproductive cycle. Identify the correct sequence of these events in human female reproductive cycle. അപ്പോൾ നമുക്ക് നോക്കാം. Correct sequence ആണ് നമുക്ക് പറയാനുള്ളത്. So starts with secretion of FSH. Growth of corpus luteum, growth of follicle and oogenesis, ovulation, sudden increase in LH level. അപ്പോൾ നമുക്കറിയാം ആദ്യമേ secretion of FSH ഉണ്ടാവുന്നു. അപ്പോൾ growth of follicle and oogenesis 1 followed by 3. 1 ആണ് ആദ്യം വരാനുള്ളത്. സോ 2 ഓപ്ഷൻസ് വരുന്നു, പക്ഷെ 1 ഫോളോഡ് ബൈ 3 ആയിരിക്കണം. സോ ഇറ്റ് ഷുഡ് ബി ഫോർത്ത് ഓപ്ഷൻ. 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഷുഡ് കോസ് ടു സഡൻ ഇൻക്രീസ് ഇൻ LH ലെവൽ. അത് കഴിയുമ്പോഴേക്കും യു ഗെറ്റ് ഓവുലേഷൻ, ആൻഡ് ആഫ്റ്റർ ഓവുലേഷൻ നമുക്കറിയാം ദ ഗ്രാഫിയൻ ഫോളിക്കിൾ ടേൺസ് ഇൻ ടു കോർപ്പസ് ലൂട്ടിയം ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് ഗ്രോയിങ്. സോ ദ ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ. Question number 19. Layer of oocyte from outside to inside are. Outside നിന്ന് ഇൻസൈഡിലേക്ക് ലെയർ ഓഫ് oocytes. നമുക്കറിയാം ഏറ്റവും ഔട്ട്സൈഡ് ആയിട്ട് കൊറോണ റേഡിയേറ്റർ ആണ് നമുക്ക് ഉണ്ടാവുക. സോ കൊറോണ റേഡിയേറ്റർ തന്നിരിക്കുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ മക്കളെ, വേറെ ഒന്നും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അടുത്തത് നമുക്ക് സോണ പെലൂസിഡ, അത് കഴിഞ്ഞാൽ പെരിവിറ്റാലിൻ സ്പേസ്, അത് കഴിഞ്ഞാൽ പ്ലാസ്മ മെമ്പറൈൻ ഓഫ് oocyte. ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. Question number 20. Which of the following does not belong to fallopian tube? Fallopian tubeന്റെ ഭാഗമല്ലാത്തത് ഏതാണ്? നമുക്ക് നോക്കിയാലോ. ഫണ്ടസ് എന്ന് പറയുന്നത് യൂട്രസിന്റെ അപ്പർമോസ്റ്റ് പാർട്ടാണ്. യൂട്രസിന്റെ അപ്പർമോസ്റ്റ് പാർട്ടാണ് ഫണ്ടസ്. സോ ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് fallopian tube. ആൻസർ ഈസ് 3. Question number 21. Identify the incorrect statement regarding human testes. Has around 250 seminiferous tubule. Perfect. ഇത് തന്നെ തെറ്റാണ്. Has around 250 seminiferous tubules ആണോ ഉള്ളത്? അല്ല. യു ഹാവ് 250 ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് അല്ലേ മക്കളെ? ഇതെപ്പോഴും നമ്മളെ കൺഫ്യൂസ് ചെയ്യുക. നമുക്കുള്ളത് 250 കമ്പാർട്ട്മെന്റ്സ് കോൾഡ് ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ്. അതിൽ തന്നെ 1 to 3 സെമിനിഫറസ് ട്യൂബ്യൂൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. സോ ദർ ഇസ് നോ 250 സെമിനിഫറസ് ട്യൂബ്യൂൾ, വിച്ച് ഗോസ് റോങ്. ആൻസർ ഈസ് 1. Assertion reason നോക്കാം. Assertion. FSH act on ovarian follicles in females and Leydig cells in male. നോക്കിയേ, FSH act on the ovarian follicles in females. പെർഫെക്റ്റ് ആണ്. ബട്ട് നോട്ട് Leydig cells in males. അത് Sertoli cells in males-ലാണ് ആക്ട് ചെയ്യുക. And it helps in spermiogenesis. നമ്മൾ നേരത്തെ പഠിച്ചതേ ഉള്ളൂ അല്ലേ? Reason. Growing ovarian follicles secrete estrogen in females while interstitial cells secrete androgen in males. Correct ആണ്. Growing ovarian follicles estrogen females secrete ചെയ്യുന്നു, and of course interstitial cells androgen secrete ചെയ്യുന്നു, which is right. So reason is correct, but assertion is false. Answer should be third option. Match column 1 and 2. Leydig cells. Leydig cells എന്തിന് സഹായിക്കും മക്കളെ? നമുക്കറിയാം Leydig cells എൻഡോക്രൈൻ സെൽസ് ആണ്. അവർ ആൻഡ്രോജൻ റിലീസ് ചെയ്യും അല്ലേ? സോ ഇറ്റ്സ് ഹോർമോൺ റിലീസിങ് സെൽ. 1B വരുന്ന ഓപ്ഷൻ 2 എണ്ണം. 2 നോക്കാം, ഏതെന്നെ കൊടുത്തിരിക്കുകയാണ്. അപ്പം ഞാൻ 3യിലേക്ക് നോക്കുകയാണ്. സ്കോട്ടൽ സാക്ക് തെർമോ റെഗുലേഷൻ, D ആണ് അതിൻ്റെ ജോലി. 3D ആണ് വരാനുള്ളത്. ആൻസർ ഷുഡ് ബി തേർഡ് ഓപ്ഷൻ. ലെറ്റ് മീ ചെക്ക് ദ റെസ്റ്റ്. സെർട്ടോളി സെൽസ് ഫോർ നറിഷ്മെന്റ് ആൻഡ് സെമിനിഫറസ് ട്യൂബ്യൂൾ സ്പെമാറ്റോഗോണിയൽ സെൽസ് ആണ് അവിടെ വോൾസിലായിട്ടുള്ളത്. Now going to question number 24. Choose A, B, C and D. Okay. A mitosis വരുന്നു, that is spermatogonia. എയിൽ ഊഗോണിയ എന്ന് എഴുതിയിട്ടുണ്ട്, അത് ഒരിക്കലും നടക്കില്ല. സ്പേം അതും തെറ്റാണ്. സോ ഇറ്റ് ഷുഡ് ബി 1 or 2. ഇനി ഞാൻ ബി ചെക്ക് ചെയ്യട്ടെ. ബി എന്താ കൊടുത്തിരിക്കുന്നത്? ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കഴിഞ്ഞാൽ സെക്കൻഡറി oocyte ആണ് ഇവിടെ വരാനുള്ളത്. അവിടെ ബിയിൽ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ എന്ന് കൊടുത്തിരിക്കുന്നു, വിച്ച് ഇസ് റോങ്. ഇവിടെ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് വരണം. ആൻസർ ഷുഡ് ബി സെക്കൻഡ് ഓപ്ഷൻ. ദിസ് ഈസ് സ്പെർമാറ്റോഗോണിയ. മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നു. ഇറ്റ് ഫോം പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നു. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്, അത് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നു. It turns into spermatid, which differentiate and forms spermatozoa.
So answer is second option. Question number 25. Find the incorrectly matched pair. Mammary gland, glandular tissue and variable amount of fat. Correct ആണ്. Mammary lobules 15 to 20 lobules. Correct ആണ്. Mammary duct, duct of mammary alveoli. Duct of mammary alveoli നെ അല്ല mammary duct എന്ന് പറയുന്നത്. നമുക്കറിയാം ട്യൂബ്യൂൾസ് ജോയിൻ ചെയ്ത് ഡക്റ്റ് ഉണ്ടാവുന്നു, ഡക്ട്സ് ജോയിൻ ചെയ്ത് ആംപുല ഉണ്ടാവുന്നു, ആംപുല ജോയിൻ ചെയ്ത് ലാക്റ്റിഫറസ് ഡക്റ്റ് ഉണ്ടാവുന്നു. അത് എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് നമ്മുടെ നിപ്പിൾ വഴി വരുന്നു. ടു ഡു ആംല. അപ്പം മാമറി ഡക്റ്റ്, ഡക്റ്റ് ഓഫ് മാമറി ആൽവിയോളൈ അല്ല, ഡക്റ്റ് ഓഫ് മാമറി ആൽവിയോളൈനെയാണ് മാമറി ട്യൂബ്യൂൾസ് എന്ന് വിളിക്കുക. അല്ലെ, ആൽവിയോളൈ എന്ന് പറയുന്ന ആദ്യത്തെ ഡക്റ്റ് ട്യൂബ്യൂൾസ് ആണ്. അപ്പോൾ ഈ കോഡ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് അത് ഓർത്ത് വെക്കാം കേട്ടോ. Question number 26. The technique in which sperms are directly injected into egg. Spermനെ എഗ്ഗിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്, ICSI. Question number 27. Which method is advised for those females who cannot produce ovum? Ovum produce ചെയ്യാൻ പറ്റാത്ത ഫീമെയിൽസിന് ഉള്ള പ്രൊസീജിയർ എന്താണ്, ഏതാണ്? cannot produce ovum ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഗാമേറ്റിനെ ഇൻട്രാഫെലോപ്പിയൻ ട്യൂബിലേക്ക് വെച്ചു കൊടുക്കും. ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ഗാമേറ്റിനെ എടുത്ത് വെച്ചു കൊടുക്കും, which is gift. Question number 28. Find the matched pair. LNG20 copper releasing IUD ആണ്. തെറ്റാണ്. അല്ലെ, LNG20 is progesterone releasing IUD. Multilode 375 inhibit ovulation ഇല്ല, അത് കോപ്പർ റിലീസിംഗ് ആണ്, സ്പേം മോട്ടിലിറ്റിനെ പ്രിവെന്റ് ചെയ്യും. പ്രൊജസ്റ്റാസേർട്ട് cervical mucus hostile to sperm ആക്കും. യെസ്, ഇറ്റ് ഈസ് റിലീസിംഗ് പ്രൊജസ്ട്രോൺ. പ്രൊജസ്ട്രോൺ cervical mucusനെ തിക്കാക്കി hostile for the sperm entry ആക്കും. In fifth, zygote intrafallopian tube transfer. Only zygote is transferred to the fallopian tube. ഉള്ളി സൈഗോട്ട് അല്ല, അപ് ടു 8 സെൽസ് വരെ നമുക്ക് ബ്ലാസ്റ്റോമിയസ് വരെ കൊണ്ടുപോവാം. സൈഗോട്ട് ഓർ എംബ്രിയോ അപ് ടു 8 ബ്ലാസ്റ്റോമിയസ് ഇസ് ട്രാൻസ്ഫേർഡ്. സോ ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 30. സർജിക്കൽ മെത്തേഡ് ഓഫ് കോൺട്രസെപ്ഷൻ പ്രിവെന്റ്. എന്തിനെ പ്രിവെന്റ് ചെയ്യും? ഗാമേറ്റ് ഫോർമേഷൻ ആണോ? അല്ല, ഗാമേറ്റ് ട്രാൻസ്പോർട്ടിനെയാണ് പ്രിവെന്റ് ചെയ്യുക. അല്ലെ, വാസ് ഡിഫറൻസിനെ കട്ട് ചെയ്താലും സ്പേമിന് ട്രാൻസ്പോർട്ട് നടക്കില്ല. ഫിലോപ്പിയൻ ട്യൂബിനെ കട്ട് ചെയ്താലും സ്പേമിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓവത്തിനടുത്തേക്ക് എത്താൻ പറ്റില്ല. ബേസിക്കലി ഗാമേറ്റ് ട്രാൻസ്പോർട്ട്. ആൻസർ ഈസ് 2. Question number 31. Reproductive health is the well-being of physical aspect, emotional, behavioral and social aspect. All of them. ഇതാണ് definition of your reproductive health. Find the mismatch pair. Diaphragm vault blocks passage of sperm through cervix. Correct ആണ്. Periodic abstinence abstains from the coitus during 14 to 28 day അല്ല, 10 to 17th day of menstrual cycle. So this goes wrong. Question number 33. Find the mismatch pair. Sakheli CDRI Central Drug Research Institute Lucknow കണ്ടുപിടിച്ചതാണ്. അമിനിയോസിന്തസിസ് ഡിറ്റക്ട് ഡൗൺ സിൻഡ്രോം കറക്റ്റ് ആണ്. ക്രോമസോമൽ അബ്നോമാലിറ്റീസ് എല്ലാം കണ്ടുപിടിക്കും. ഇംപ്ലാന്റ്സ് ആൻഡ് ഇൻജെക്റ്റബിൾസ് കണ്ടെയ്ൻ പ്രൊജസ്ട്രോൺ കറക്റ്റ് ആണ്. എമർജൻസി കോൺട്രസെപ്റ്റീവ് അഡ്മിനിസ്ട്രേറ്റഡ് ബിഫോർ അല്ല, ആഫ്റ്റർ കോയിറ്റസ് ആണ്. ആഫ്റ്റർ കോയിറ്റസ് വിത്തിൻ 72 hours. സോ ആൻസർ ഈസ് 4. അതുകൊണ്ടാണ് അതിനെ എമർജൻസി നമ്മൾ വിളിക്കുന്നത് അല്ലേ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നിക് ഓഫ് ആർട്ട് എംബ്രിയോ വിത്ത് മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയസ് യൂട്രസിലേക്ക് വെക്കുന്നതിനെയാണ് നമ്മൾ ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ എന്ന് പറയുക. ഐ ആയിട്ട് കൺഫ്യൂസ് ചെയ്യരുത്. ദാറ്റ് ഈസ് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. സെമനെ യൂട്രസിലേക്ക് വിടുന്നതാണ് ഈ പ്രോസസ്. ക്വസ്റ്റ്യൻ നമ്പർ 35, the last question of section A. Oral contraceptive inhibit a dash. എന്താണ് ഓറൽ കോൺട്രസെപ്റ്റീവ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്? ആൻഡ് ഇംപ്ലാന്റേഷൻ ആസ് വെൽ ആസ് ക്വാളിറ്റി ഓഫ് ഡാഷ് ടു പ്രിവെന്റ് ദി entry of sperm. നമുക്കറിയാം ഇൻഹിബിറ്റ് ഓവുലേഷൻ. ഓൾസോ ക്വാളിറ്റി ഓഫ് cervical mucus is damaged. So we can say answer is 1. Now going to section B, നമുക്കറിയാം we have 15 questions out of which you have to select 10 questions and go with it. പക്ക റൈറ്റ്. അപ്പൊ നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The preventive measures of STIs include. നമ്മൾ STIസിലെ preventive measures എന്തൊക്കെയാണ്? Using condom, avoid multiple sexual partner, hygienic sexual practice. So all of this. Which of the correct path for the secretion of milk in mammary gland? Then നമ്മൾ നേരത്തെ പറഞ്ഞു to do amla from the alveoli, cavity of alveoli, mammary tubules, duct, ampulla, lactiferous duct. Answer is 1. Which statement is true about the wall of uterus?
It has thick membranous external wall called perimetrium. അല്ല, thin ആണ് perimetrium. It has a thin middle layer, അല്ല thick middle layer of smooth muscles. It has inner glandular layer called as endometrium. So answer is third option. Question number 39. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. For normal male fertility, which of the following statement is correct എന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വായിച്ചാലോ. 60% of the sperm must have normal motility. തെറ്റാണ്. നോർമൽ ഷേപ്പാണ് 60%. 40% വിഗറസ് മോട്ടിലിറ്റിയും കാണിക്കണം. 60% of the sperm must have normal shape. കറക്റ്റ് ആണ്. 40% must have acrosome എന്നല്ല. It should have a vigorous motility. So third option, 60% of the sperm must have normal shape and 40% should have a vigorous motility. Answer is third option. Question number 40. Which of these statement is incorrect about embryo development? നമുക്ക് നോക്കിയാലോ. After 1 month of pregnancy, heart is formed. After 1 month of pregnancy, heart is formed. It is correct. അടുത്ത നോക്കാം. By the end of first trimester, most of the major organs are formed. ഫസ്റ്റ് ട്രൈമസ്റ്ററിന്റെ സമയമാകുമ്പോഴേക്കും മോസ്റ്റ് ഓഫ് ദി ഓർഗൻസ് ഫോം ചെയ്യുന്നു. ദാറ്റ് ഈസ് വിത്തിൻ ദ 3 months. അതും കറക്റ്റ് ആണ്. ഈവൻ എക്സ്റ്റേണൽ ജെനീഷ്യ ഫോം ചെയ്യും. ഫസ്റ്റ് മൂവ്മെന്റ് ഓഫ് ഈസ്റ്റേഴ്സ് ഈസ് ഒബ്സർവ്ഡ് ഇൻ 7th month. തെറ്റാണ്. ഇറ്റ് ഈസ് ഓൺ ദ 5th month യു ഒബ്സർവ് ദ ഫസ്റ്റ് മൂവ്മെന്റ് ഓഫ് ദ ബേബി. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 41. മാച്ച് ദ ഫോളോയിങ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കിയാലോടോ. മാച്ച് ചെയ്യാം. ആദ്യം തന്നെ ട്രോഫോബ്ലാസ്റ്റ് നമുക്കറിയാം. ഇറ്റ് ഈസ് ദ ഔട്ടർ ലെയർ ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു ദി എൻഡോമെട്രിയം. A3 വരുന്ന 2 ഓപ്ഷൻസ്. അപ്പം ഞാൻ ബി ചെക്ക് ചെയ്താൽ മതി. വാട്ട് ഈസ് ക്ലീവേജ്? നമുക്കറിയാം it is the mitotic division of zygote, which is a bit different from mitosis. We can say that mitosis it is comparatively much more faster process. Interphase വളരെ ഷോർട്ട് ആയിട്ടുള്ള പ്രോസസ് ആണ്. ആൻഡ് കാരിയോപ്ലാസ്മിക് ഇൻഡെക്സ് ഇസ് വെരി ഹൈ. അപ്പം നമുക്ക് ബേസിക്കലി പറയാം ആൻസർ ഈസ് ക്ലീവേജ് ഇസ് ദ മൈറ്റോട്ടിക് ഡിവിഷൻ ഓഫ് സൈഗോട്ട്. സോ ബി 4 കൂടെ വരുമ്പോഴേക്കും വി ഗെറ്റ് ആൻസർ ആസ് സെക്കൻഡ് ഓപ്ഷൻ. ഇനി നമുക്ക് വാക്ക് ചെയ്താലോ. ഇന്നർ സെൽ മാസ്, group of cells that would differentiate as embryo ആയിട്ട് ഫോം ചെയ്യുന്ന സെൽസ് ആണ്. ആൻഡ് ഇംപ്ലാന്റേഷൻ is the embedding of blastocyst into the endometrium. Question number 42. Which of the following is not the function of placenta? പ്ലാസന്റയുടെ ഫംഗ്ഷൻ അല്ലാത്തത് എന്താണ്? ഫെസിലിറ്റേറ്റ് സപ്ലൈ ഓഫ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ്, കറക്റ്റ് ആണ്. സെക്രീറ്റ് ഈസ്ട്രോജൻ, കറക്റ്റ് ആണ്. ഫെസിലിറ്റേറ്റ് ദ റിമൂവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വേസ്റ്റ് മെറ്റീരിയൽ ഫ്രം ദി എംബ്രിയോ, കറക്റ്റ് ആണ്. സെക്രീറ്റ് ഓക്സിറ്റോക്സിൻ പാർച്യൂറേഷൻ സെക്രീറ്റ് ചെയ്യുന്നത് മദറിന്റെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്നാണ്. സോ ആൻസർ ഈസ് റോങ്. ക്വസ്റ്റ്യൻ നമ്പർ 43 അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. whenever we read assertion reason, ആദ്യം നമ്മൾ നോക്കി ഈ 2 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ എന്നാണ്. ഇഫ് ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്, അസേർഷൻ വായിച്ച ശേഷം യു ഹാവ് ടു ആഡ് എ ബിക്കോസ് ആൻഡ് സീ ഇഫ് റീസൺ ഈസ് ഗോയിങ് ടു ബി ദാറ്റ് ബിക്കോസ് ആൻസർ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അസേർഷൻ ഓൾ കോപ്പുലേഷൻ ഡു നോട്ട് ലീഡ് ടു ഫെർട്ടിലൈസേഷൻ, പെർഫെക്റ്റ് ആണ്. എല്ലാ കോപ്പുലേഷനും ഫെർട്ടിലൈസേഷന് കാരണമാവില്ല. ബിക്കോസ് ഓൺ ദറ്റ് പെർട്ടിക്കുലർ ഫെർട്ടൈൽ പീരീഡ് മാത്രം ഇഫ് എ സ്പെർം മീറ്റ് ആൻ ഓവം ഇറ്റ് ലീഡ്സ് ടു what? Fertilization. Fertilization can happen only if the ovum and sperm are transported simultaneously to the ampullary region. Yes, അപ്പോൾ 2 ഓപ്ഷനും കറക്റ്റ് ആണ്. ആൻഡ് ബിക്കോസിന്റെ ആൻസർ ആണ് തന്നിരിക്കുന്നത്. സോ വി ക്യാൻ സേ ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ആൻഡ് റീസൺ is the correct explanation of assertion. Question number 44. India's population grew from 350 million to a billion in 2000 mainly due to. എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഈവൻ ആഫ്റ്റർ RCH നമുക്ക് എന്ത് പറ്റി? പോപ്പുലേഷൻ റേറ്റ് കൂടി. ബിക്കോസ് റാപ്പിഡ് ഡിക്ലൈൻ ഇൻ ഡെത്ത് റേറ്റ്. കാരണം നമ്മളുടെ ഹോസ്പിറ്റൽസ് എല്ലാം ഇംപ്രൂവ് ചെയ്തു, ഫെസിലിറ്റീസ് ഇംപ്രൂവ് ചെയ്തു, ഡെത്ത് റേറ്റ് കുറഞ്ഞു. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, അമ്മമാരുടെ മരണനിരക്കും കുട്ടികളുടെ മരണനിരക്കും ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റും കുറഞ്ഞു. Increase in number of people in reproducible age group. Ade second problem was we have more people in reproducible age group, less in old age group. Increase in number of people in post reproductive age group. അല്ല, പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ ആൾക്കാർ കുറഞ്ഞു. അതുകൊണ്ടാണ് ശരിക്കും റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് കൂടി, പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് കുറഞ്ഞു. ദാറ്റ് ഈസ് ദ ബേസിസ് ഓഫ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. സോ വി ക്യാൻ സേ 1 and 2 is correct. Answer is third option. Question number 45.
The following statements are given regarding MTP. Choose the correct option ആണ് ചോദിച്ചിരിക്കുന്നത്. MTP are generally advised during the first trimester. Perfect, because second trimester ആകുമ്പോൾ risk are very high. MTPs are used as contraceptive method. Wrong, it's not a contraceptive method. MTPs are always surgical. No, medications വഴിയും MTPs possible ആണ്. Medications കഴിച്ച് you can perform MTP or by surgical MTP. MTP require assistance of qualified medical professional, which is correct. So we can say 1 and 4 is correct. Answer is third option. Question number 46. Diaphragms are contraceptive devices used by females. Correct ആണ്. Choose the correct option from the statement given below. നമുക്ക് നോക്കിയാലോ, diaphragms females യൂസ് ചെയ്യുന്ന കോൺട്രസെപ്റ്റീവ് ആണ്, which is to prevent the sperm from entering into the cervix. They are introduced into uterus. Set. They are introduced into the vagina. They are placed to cover the cervical region. Yes. They act as physical barrier for sperm entry. Correct. They act as spermicidal agents. Spermicidal agent ആയിട്ട് ആക്ട് ചെയ്യുന്ന പറഞ്ഞാൽ യൂസ് spermicidal cream എന്ന് പറയാം. But spermicidal agent അല്ല, diaphragm as such. You are using again a spermicidal agent with it to kill the sperm. അപ്പോൾ ഈ ഓപ്ഷനും തെറ്റാണ്. We can say only 2 and 3 are correct. Answer is 3. Which of the following birth control measure can be considered as the most effective and reliable? ഏറ്റവും effective, reliable. Rhythm method പറ്റില്ല, കാരണം females have a different menstrual cycle because of stress, anxiety or anything. Use of physical barrier. Yes, it is a very good, effective, reliable contraceptive. Coitus interruptus, again you have chances of getting pregnant because it is again based on a natural method. And sterilization technique. Yes, if you take physical barrier and sterilization, ഏറ്റവും effective ഏതാണ്? We know sterilization. So after sterilization there is 0% chance of failure അല്ലെ. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കുമ്പോൾ 4 is the most appropriate answer. Now going to question number 48. An ideal contraceptive should be user friendly ആയിരിക്കണം, easily available ആയിരിക്കണം, effective, reversible ആയിരിക്കണം, with no or less side effect. So all of these are correct. Answer is all 4 options. And 49. Natural method of contraception. Periodic abstinence is abstaining coitus from day 1 to 5 അല്ല, day 1 to 5 is bleeding stage അല്ലേ, കാര്യമില്ല. Abstaining coitus from 17 to 22 അല്ല, because on the 14th day ovulation കഴിയും. So നമ്മൾ ovulation തൊട്ട് മുമ്പും പിൻപുമായിട്ടാണ് എടുക്കുക. Abstaining coitus from day 10 to 17 x, because 14th ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. So 10 to 17 ഒരു സേഫ് മാർജിനൽ പീരീഡ് എടുക്കും. ആൻസർ ഈസ് third option. Question number 50, last question. Motivation for smaller family in India can be provided by slogan like hum do hamara do. Use of contraceptives, giving incentive to couples with small families. ഇതെല്ലാം തന്നെ എന്ത് ചെയ്യും? സ്മോൾ ഫാമിലിനെ ഒരു ഫാമിലി ഇനിഷ്യേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4, all of the above. അപ്പോൾ പേപ്പർ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വാസ് റിലേറ്റീവ്ലി എ മീഡിയം ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങൾക്ക് നല്ലൊരു സ്കോർ അറ്റൈൻ ചെയ്യാൻ പറ്റും. സോ ഐ ക്യാൻ സേ ലൈക്ക് ആൻ ആവറേജ് സ്കോർ ഓഫ് 160 to 170 ഈസ് എ വെരി ഗുഡ് സ്കോർ. ആൻഡ് 170 to 180 അറ്റൈനബിൾ ആയിട്ടുള്ള ഒരു പേപ്പറാണിത്. അപ്പോൾ എല്ലാവരും നല്ലപോലെ ഈ പേപ്പർ എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സീ യു വിത്ത് അനദർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. ബൈ.